നമ്മൾ ഒരണ സമരം തൊട്ട് ഇങ്ങോട്ട് ഒരണയാണോ രണ്ടെണ്ണയാണോ ഒരണ സമരം തൊട്ട് ഇങ്ങോട്ട് എത്രക്ക് വിദ്യാർത്ഥി സമരങ്ങൾ കണ്ടു കേരളം. അതെല്ലാം ഒരു പ്രശ്നമാണ്. ഈ ഒരണ സമരത്തിനകത്ത് ഒരണ എന്ന് കാണിക്കുന്ന പോലെ വിദ്യാർത്ഥികൾക്കുള്ള പൈസയാണല്ലോ അത്, അല്ലേ? ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളുടെ മുകളിൽ വലിയ സമരങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് നടക്കുന്നത് എന്താണ്? ഈ നടക്കുന്നത് ഗവർണർ പദവിയിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോ വെപ്പ്. അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ വെക്കാവുന്ന ഫോട്ടോ എടുത്ത് പക്ഷേ പുറത്ത് വെക്കണം. ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണിത് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇതിപ്പോൾ CPM-ന് മുന്നിൽ പക്ഷേ അനിതര സാധാരണമായിട്ടൊരു അസുലഭ അവസരം വന്ന് വീണിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണ ഇതിൽ 9 വർഷമൊക്കെ ഭരിച്ച് 2 ടേമൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സമരശേഷിയൊക്കെ കുറഞ്ഞു പോകുക എന്നാണ് അവർ തന്നെ വിലയിരുത്താറ്. ഇതിപ്പോൾ പക്ഷേ അപ്പുറത്ത് നല്ലൊരു പ്രതിപക്ഷത്തെ കിട്ടിയിരിക്കുകയാണ്. ഇവരാണ് ഭരിക്കുന്നത്, പക്ഷേ ഇവർക്ക് പ്രതിപക്ഷത്തെ പോലെ സമരം നടത്താൻ SFI-ക്കാർക്ക് ഇപ്പോൾ 2 ചെറുപ്പക്കാർ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. PS സഞ്ജീവും ശിവപ്രസാദ് അവരുടെ രാഷ്ട്രീയ ആർജവത്തോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് ആകെ പ്രചരിപ്പിക്കാനുള്ള ബൈറ്റൊക്കെ കിട്ടുകയാണ്. ഇപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഗവർണറായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിനും മറ്റിതര പ്രതിപക്ഷത്തിരിക്കുന്ന BJP വിരുദ്ധ പാർട്ടികൾക്കും നിഷേധിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ വിഷയം ഇവരുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ആർലേക്കർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ BJP-യുടെയും RSS-ൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്യന്തികമായിട്ട് ഇത് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനും CPM-നുമാണ്. അവർക്ക് അപ്പുറത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുകൊണ്ടൊരു വിഷയം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മാറുന്ന സംഭവമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം വേടൻ്റെ വിഷയം ഓർത്ത് നോക്കൂ. വേടൻ്റെ വിഷയം വലിയ തോതിൽ BJP-ക്കാർ ഉയർത്തി. ഒരാൾ പരാതിയെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? BJP തന്നെയും ഒരു സ്റ്റെപ്പ് പിന്നോട്ട് നിൽക്കണം കേട്ടോ എന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. രഹസ്യമായിട്ട് ഇനി അതിനകത്ത് ഇടപെടരുത്, വേടൻ്റെ വിഷയത്തിൽ ഇടപെടരുത് എന്ന് രഹസ്യമായിട്ട് പാർട്ടി നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം തന്നെയും രേഖാമൂലം പേപ്പർ കൊടുത്തു എന്ന് ഒരാൾ ഒരു TV ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ അവർ സമരത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നു. ഇതിപ്പോൾ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ വ്യക്തിപരമായിട്ട് മുൻകൈ എടുത്ത് നടന്നൊരു സമരം ഒരു പ്രശ്നമാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ ആദ്യം സംശയിച്ചിരുന്നത് ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് RSS-ൻ്റെയും BJP-യുടെയും എന്നാണ്. ഇപ്പോൾ ഈ സമരം വഴി CPM-ഉം SFI-യും നേട്ടം ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് തിരിച്ചു തോന്നുകയാണ് ഇത് ആർലേക്കർ മാത്രമായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കുന്ന ഒരു നിലപാടായിരിക്കണം. ഒരുപക്ഷെ RSS-നകത്തും BJP-ക്കകത്തും ഒരു ചെറിയ മുറുമുറുപ്പ് ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു.